അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്നത്തെ വീഡിയോ വെളിയങ്കോട് ജുമാ മസ്ജിദ്. ഇതായിരുന്നു പണ്ട് വെളിയങ്കോട് ജുമാ മസ്ജിദിന്റെ മുൻഭാഗം. ഇപ്പോൾ ഇവിടെ വൈറ്റ് പെയിന്റ് അടിച്ചിട്ടാണുള്ളത്. ആലി മുസ്ലിയാരുടെയും ആമിനയുടെയും പൊന്നോമന മകനായി 1765 വർഷം കേരള മണ്ണിൽ അള്ളാഹു കനിഞ്ഞു നൽകിയ മഹൽ വ്യക്തിത്വമാണ് ഇന്ന് വെളിയങ്കോട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഉമറുൽ ഖാളി റളിയല്ലാഹു അൻഹു. വിശുദ്ധ ദീനിന്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും വേണ്ടി ജീവിതം മാറ്റിവെച്ചവരാണ് മഹാനവറുകൾ. നിരവധി പണ്ഡിതരുടെയും സൂഫി വര്യരുടെയും ശിഷ്യത്വം നേടുകയും വിശിഷ്യ മമ്പുറം കുതുബ് സമാൻ സയ്യിദ് അലവി തങ്ങളുടെ കൈ പിടിച്ച് ത്വരീഖത്തുകളുടെ സ്ഥാനങ്ങൾ കൈപ്പറ്റി ആഷിഖുർ റസൂൽ എന്ന സ്ഥാനപ്പേരും കരസ്ഥമാക്കി. ഹജ്ജിന് പോയ സമയം ദിവസങ്ങളും മാസങ്ങളും അങ്ങകലെ മുത്തുനബി സ്പർശനമേറ്റ മക്കയിലും മദീനയിലും കഴിഞ്ഞുകൂടി. ഇന്ന് തോയിഫിലും മറ്റും മസ്ജിദ് ഉമറുൽ ഖാളി എന്ന പേരിൽ പള്ളികൾ സൗദി അറേബ്യയിൽ വിവിധ ഭാഗങ്ങളിൽ നിലകൊള്ളുന്നു. മുത്തുനബിയുടെ പേരിൽ രചിച്ച കാവ്യവചനങ്ങളും ഇന്നും മദീനയുടെ ചുമരുകളിൽ നിലനിൽക്കുന്നു. ഇതാണ് ഉമറുൽ ഖാളി റളിയല്ലാഹു അൻഹുവിന്റെ സ്നേഹിതൻ സൈനുദ്ദീൻ മരക്കാരുടെ ഖബർ. നികുതി നിഷേധത്തിന് ബ്രിട്ടീഷുകാരോട് പോരാടി അതിന്റെ പേരിൽ ജയിലിൽ അടക്കപ്പെട്ടു ഉമറുൽ ഖാളി റളിയല്ലാഹു അൻഹു. പിന്നീട് കാവൽക്കാരുടെ ദൃഷ്ടിയിൽപ്പെടാതെ മഹാനവറുകൾ വെളിയങ്കോട്ടെ പള്ളിയിൽ കാണപ്പെട്ടു. വിവരമറിഞ്ഞ പട്ടാളക്കാർ പിടികൂടി പള്ളിയിൽ നിന്ന് ഇറങ്ങാൻ ആവശ്യപ്പെട്ടു. പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആദ്യം കണ്ടത് മരണപ്പെട്ട തൻ്റെ സ്നേഹിതന്റെ ഖബർ ഷരീഫാണ്. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് മാത്രം ജയിലിൽ പോകേണ്ടി വന്നത് എന്ന് ഖബർ നോക്കി പറഞ്ഞപ്പോൾ ഖബർ പൊട്ടി വിടരാൻ തുടങ്ങി. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ അവിടെ തന്നെ കിടന്നോളുക. ഇതായിരുന്നു സൈനുദ്ദീൻ മരക്കാർ ഉപ്പാപ്പയുടെ ഖബർ പൊട്ടിയ ചരിത്രം. ഇപ്പോൾ ഈ ഖബർ ആ പൊട്ടിയ ഭാഗങ്ങളൊക്കെ മണലിട്ടും കല്ല് വെച്ചും ശരിയാക്കിയിട്ടുണ്ട്. പണ്ട് ഈ ഖബറിന്റെ അവസ്ഥ ഇതുപോലെയായിരുന്നു. ഇനി നമുക്ക് മക്ബറയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാം. ഇതാണ് ഉമറുൽ ഖാളി റളിയല്ലാഹു അൻഹുവിന്റെ ഖബറു ഷരീഫ്. മഹാനവറുകളുടെ ജീവിതകാലത്ത് ഒരുപാട് കറാമത്തുകൾ കാണിച്ചവരാണ്. ഈ മക്ബറക്ക് ചുറ്റും യാസീൻ ദിക്റുകൾ ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട്. മക്ബറയിൽ കൂട്ടമായി പ്രാർത്ഥന നടത്തുമ്പോൾ ഉച്ചത്തിൽ പ്രാർത്ഥിക്കരുതെന്നും എഴുതിയിട്ടുണ്ട്. ഇതാണ് ഈ മക്ബറക്ക് മുകളിൽ കാണപ്പെടുന്ന കുബ്ബ. ഇന്ന് മക്ബറക്ക് മുകളിലൊക്കെ വലിയ വലിയ കുബ്ബകളാണ്. പക്ഷേ ഉമർ ഖാളി റളിയല്ലാഹു അൻഹുവിന്റെ മക്ബറക്ക് മുകളിൽ ഇതുപോലെ ഒരു ഓലഷെഡാണ്. ഇതാണ് ഇവിടത്തെ കുബ്ബ. ഈ ഓല കൊണ്ടുള്ള കുബ്ബ കാണുമ്പോൾ നമുക്ക് മഹാനവറുകളുടെ ലളിമയും താഴ്മയുമാണെന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് മക്ബറയുടെ പുറത്തേക്ക് കടക്കാം. നിങ്ങൾ ഉമറുൽ ഖാളി റളിയല്ലാഹു അൻഹുവിന്റെ മക്ബറയിലേക്ക് സിയാറത്ത് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് അത്ഭുതങ്ങൾ കാണാം. ഇവിടെ ഒരു പുസ്തകം വിൽക്കുന്നുണ്ട്. അതിൽ മഹാനവറുകളുടെ ജീവിത ചരിത്രവും കുറെ കറാമത്തുകളുമുണ്ട്. ഇതാണ് സ്ത്രീകൾക്കുള്ള വഴി. സ്ത്രീകൾക്ക് ഇവിടെ നല്ല സൗകര്യമുണ്ട്. ബാത്റൂമാണ് ഇത്. ഇവിടെ എല്ലാ സൗകര്യങ്ങളുമുണ്ട്. നിങ്ങൾക്ക് സിയാറത്ത് വരാൻ പറ്റിയ ഒരു സ്ഥലവും കൂടിയാണിത്. അടുത്ത വെള്ളിയാഴ്ച മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.